എന്നാ ജമീലൊക്കെ ശമ്പളം കൊടുക്കേണ്ട ദിവസം. ശമ്പളം കൊടുക്കാനല്ല ആയാ ഇത്ര പെട്ടെന്ന് ഒരു മാസമായാ? ഇപ്പൊ കുറച്ചു ദിവസം മുമ്പല്ലേ ശമ്പളം കൊടുത്ത. അല്ലേ തന്നെ നോക്ക് ഇത്രക്കാരൻ ശമ്പളം കൊടുക്കേണ്ട പണിയെന്നുള്ള എടുക്കുന്നില്ല, നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇപ്പൊ ഈ ചെറിയ ശമ്പളത്തിലൊന്നും ആരും നിൽക്കുന്നൊന്നുമില്ല. പിന്നെ ഓക്കൊരു ഗതിയും പരഗതിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എന്തായാലും ഇന്നത്തെ ശമ്പളം കട്ട് ചെയ്തേക്ക്. 9:30 വരാൻ പറഞ്ഞതല്ലോ അവരോട്. 9:40 ബാക്കിയുള്ള കൊടുത്താൽ മതി. ഒന്ന് വേഗം നടക്കല്ലേ മുഫീദേ, ഇന്നെന്നാ കിട്ടുമെന്ന് എനിക്കറിയില്ല. സമയം എത്ര എന്നുള്ള ബോധം ഉണ്ടോ ജമീല? ഇജോട് 9:30 വരാനല്ലേ പറഞ്ഞ? 9:40. അത് മുഫീദിന് പനിയേനു, അപ്പൊ എനിക്ക് കഞ്ഞിയെല്ലാം കൊടുത്ത് വരുമ്പത്തേക്ക് നേരം വൈകിപ്പോയതാ. ഞാൻ ഇന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയിക്കോളാം. അത് പിന്നെ ഇപ്പൊ ഒരു മുടന്ന ന്യായം ഉണ്ടാവല്ലോ. ഇന്ന് എന്തായാലും ഇനി പണിയെടുക്കാൻ വേണം, എന്നാ ശമ്പളവും തരില്ല. നിങ്ങൾക്ക് എന്റെ അവസ്ഥ അറിയുന്നല്ലേ, ഇക്കാക്കും സുഖമില്ല. പിന്നെ ഇത്ര കുറഞ്ഞ ശമ്പളത്തിൽ ആരും നിൽക്കൂല പണിക്ക്. ഞാൻ ആയോണ്ടാ നിക്കുന്നത്. അത് മാത്രല്ല മോനിക്ക് സുഖമില്ല, അതുകൊണ്ടാ ഇന്നൊരു 10 മിനിറ്റ് ലേറ്റ് ആയത്. അത് ഞാൻ എക്സ്ട്രാ പണിയെടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? എന്റെ ന്യായം പറിച്ചതെല്ലാം മതി. അവിടെ കുറെ പാത്രം ഉണ്ട് കെട്ട് കണക്കിന്, അത് പറ്റിക്ക. എന്നെടുക്കാണല്ല ഇനി വണ്ടിയിൽ കളിച്ചോ. മാറിയാ എന്റെ കുഞ്ഞിന്റെ വണ്ടിയും കാര്യം നിനക്ക് വേറെ കാട്ടാൻ നടക്കാനായിട്ട്. എനിക്ക് വണ്ടിയൊന്നുമില്ല, കീഞ്ഞു പോയാ എനിക്ക് പോയില്ല. പോയി ഇത് കൂടെ അടിച്ചു കളി. ഉമ്മ ഇത് ഇന്നലത്തെ ദോശ ഇത് മൂടിക്കൊന്നില്ല, ഇതങ്ങ് പൂച്ച കൊടുത്തി. പൂച്ചക്കൊന്നും കൊടുക്കാൻ നമുക്ക് ജമീലാക്ക് കൊടുക്കാം. ഇത്ത ഇന്നലെ ശമ്പളം തരണ്ടേ, ഇന്ന് എനിക്ക് ശമ്പളം കിട്ടിക്കണ്ടേ. ഇക്കാന്റെ മരുന്നും മോന്റെ മരുന്നെല്ലാം വാങ്ങി. ഇനി ചോദിക്കുമ്പോ പൈസ എടുത്തത് ഇവിടെ കുറെ കൊണ്ടാച്ചിക്കൊന്നുമില്ല. ഇനി അങ്ങനെ തന്നെയല്ലേ പണിയെടുക്കുന്ന. ഇന്നാണ് നേരം വൈകി വരികയും ചെയ്തു. പിന്നെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലും ചെയ്യും. എന്താ 2 ദിവസം കഴിഞ്ഞാ പൈസ ആയിരുന്നുള്ളൂ. എനിക്കിപ്പോ മരുന്നെല്ലാം വാങ്ങുന്നുണ്ട്, വേറെ അടുത്തും കടം വാങ്ങിക്കും. ഇനിയാണെ കുട്ടീന്റെ വണ്ടി വീഴുന്നില്ല, ആടലിട്ടറില്ല, ഓനെ അടിച്ചു കേൾപ്പിച്ചു. മോനെ ഒന്നും കാര്യാക്കണ്ട. ഇനി നല്ലോണം പഠിച്ച് നമുക്ക് വലുതായ ഓനെ പോലെ വലിയൊരു ജോലിയെല്ലാം വാങ്ങി നിൽക്കാം. പക്ഷെ ഞാൻ ഇതോടെ ഒരു കാര്യം പറയുള്ളൂ, ഓരോ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരോടും നല്ല രീതിക്ക് വേണം നിൽക്കാൻ. അത്ര പണവും പ്രശസ്തിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ നമുക്ക് പഠിച്ചു എന്തെങ്കിലുമൊക്കെ തരുള്ളൂ. ഇതാര്? നിങ്ങൾ എന്താണെന്ന് ഇങ്ങോട്ടല്ലോ? എനിക്കിപ്പോ നമ്മളെ കാണുന്നതൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കുമല്ലേ? കാരണം ഇങ്ങനെ ആൾ അത്രക്കും ഇടങ്ങാറാക്കിയല്ലേ. എന്ത് ദേഷ്യം? നിങ്ങളോടൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ നിൽക്കുന്ന ബാ ഇരിക്കും, നമുക്ക് എന്തെങ്കിലും വെള്ളയിലും കുടിച്ചിട്ട് സംസാരിക്കാം. ഇതാ എല്ലാവരും കുടിച്ച്. എങ്ങനെയാ ജമീല നമ്മളോട് നല്ലോണം പെരുമാറാൻ പറ്റുന്നത്? ആളിഞ്ഞ എത്ര ഇടങ്ങാറാക്കിയതാ. ഞാൻ അതൊക്കെ അപ്പൊ തന്നെ വിട്ടിക്ക്. അല്ല നിങ്ങൾ എന്താണെന്ന് ഇങ്ങോട്ടേക്കല്ലോ, പ്രത്യേകിച്ച് വിശേഷിട്ടുണ്ടാ? നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഞങ്ങളൊരു സഹായത്തിന് വന്നതാ. അത്രക്കും അവസ്ഥയിൽ കൂടിയാ ഞങ്ങളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഉപ്പാന്റെ ബിസിനസ് തകർന്നിട്ട് ഇപ്പൊ 2 വർഷമായി. ഉപ്പാക്ക് അതിനിടക്ക് വലിയ രോഗം വന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചികിത്സിച്ച് ഇപ്പൊ ഞങ്ങളെ വീടും സ്ഥലം എല്ലാം ലോണിലാ. ഇനിയിപ്പോ പറയുന്ന ജപ്തിയാന്നാ. ഞങ്ങൾക്ക് ഇപ്പൊ കീഞ്ഞു കൊടുക്കണ്ടല്ലോ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരോട് ഞങ്ങൾ സഹായം തേടി, ആരും സഹായിച്ചില്ല. ഞങ്ങൾ കുറെ ഉപദ്രവിച്ചല്ലേ എല്ലാരെയും. അവസാനം നിങ്ങളെ മുഖം ഞങ്ങൾക്ക് ഓർമ്മ വന്ന, അതുകൊണ്ടാ വന്ന് ചോദിച്ചത്. നിങ്ങളെ സഹായിക്കോന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങൾ ചോദിക്കാനൊന്നും പഠിക്കണ്ട. എന്നെ കൊണ്ട് പറ്റുന്നതാണെ പൈസ ആയിട്ടോ എങ്ങനെയാ വെച്ച് ഞാൻ സഹായിക്കാം. അൽഹംദുലില്ലാ പഠിച്ചോണ്ട് എത്തിച്ചിട്ട് എന്റെ മോനിക്ക് ഇപ്പൊ നല്ല ജോലിയുണ്ട്. ഒന്നിക്കില്ല നിങ്ങളെ വീട്ടിൽ കുറെ കാലം പണിക്ക് നിന്നല്ലേ, അതിന്റെ ഒരു നന്ദി ഞാൻ കാണിക്കണ്ടേ. എന്നെ കൊണ്ട് കഴിയാവിധം ഞാൻ നിങ്ങളെ സഹായിക്കും. മുഫീദ് ഇവിടെ ഉണ്ട്, ഓനോട് ഞാൻ പറയാം. മുഫീദേ, എന്തിപ്പോ ഞാൻ പുറത്തു പോകാൻ നിൽക്കുന്നേ? എനിക്ക് ഇവരെ അറിയാം മുഫീദേ. ഞാൻ പണ്ട് ജോലി എടുക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരാ ഇവര് ചെറിയൊരു സഹായത്തിന് വന്നതാ. നമ്മളെ കൊണ്ട് കഴിയാൻ വിധം നമ്മൾ സഹായിക്കുമല്ല. അതിനെന്തോ മനക്കാവുന്ന പോലെ ഞാൻ സഹായിക്കാം.